சுதாகரனோட ரிலேட்டிவ்ஸ் யாரு? பயப்படுறதுக்கு ஒன்றும் இல்ல. உங்களுக்கு விருப்பம்னா வீட்டுல சென்டர் ஏதாவது ஹாஸ்பிட்டல்ல கன்சல்ட் பண்ணுங்க. அப்போ ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ? இல்ல பேஷண்ட் இன்னொரு நாள் இங்க தான் இருக்கணும். பிரஷர் வேரியேஷன் இருக்கு, சில டெஸ்டோட ரிசல்ட் வர வேண்டியது இருக்கு. அது பார்த்துட்டு നാളെ കാലയിல ഡിസൈഡ് பண்ணலாம். ஓகே ഓക്കെ. ഡോക്ടർ മാഷിന് കഴിക്കാൻ എന്തെങ്കിലും? லைட்டா ஏதாவது போதும். இங்க பக்கத்துல ஒரு மலையாளி ஹோட்டல் இருக்கு, அங்க உங்கள்ட்ட ரெட் ரைஸ் கஞ்சி கிடைக்கும். நைட் அது போதும். ஓகே. ஆனா பேஷண்ட் பக்கத்துல ஒரு பைஸ்டாண்டர் மட்டும் தான் இருக்கணும். நீங்க இவ்வளவு பேர் இங்க வெயிட் பண்ண முடியாது. நாங்கள் வெயிட் பண்ணலே ഇങ്ങ சரி. എന്നാ നിങ്ങൾ എല്ലാരും പോയിക്കോ. എവിടെയെങ്കിലും മുറി എടുക്കാൻ നോക്ക്. ഞാൻ ഇവിടെ ഇരുന്നോളാം. അത് വേണ്ടമ്മേ, അമ്മ നിൽക്കണ്ട. സാരമില്ല വിനായക. പറയുന്ന കേക്കമ്മേ, അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ വയ്യാത്തതാ. ഇവിടെ കിടക്കാനൊന്നും സൗകര്യമില്ല. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും. ഒരു ദിവസം അച്ഛനെ കൂട്ടിരിക്കാനോ? എനിക്കോ? അല്ലമ്മേ, വിനായൻ ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവിടെ ആളുകൾ ആരെങ്കിലും നിന്നോളാം. ഞാൻ തന്നെ നിന്നോളാം. വൈകിട്ട് കഞ്ഞി കൊണ്ടുവരുമ്പോ മാറാനുള്ള ഡ്രസ്സ് കൂടി കൊണ്ടുവന്നാൽ മതി. നാളെ രാവിലെ നിങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് റെഡിയായിരിക്കാം. അത് മതിയമ്മേ. ഏതായാലും അച്ഛനൊന്ന് കണ്ടിട്ട് പോവാം. എല്ലാരും കൂടി അവര് കടത്തിവിടുവാവോ? അത് സാരമില്ല, നമുക്ക് പറയാം. ഒരു മിനിറ്റ്, പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അച്ഛനെ കാണാം. വരും. ഡോക്ടറെ കണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. നാളെ പോവാന്നും പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്കും അറിയാം. പെട്ടെന്നൊന്ന് ആക്സിഡന്റ് ആയപ്പോ മനസ്സിനൊപ്പം പിടിച്ചു നിൽക്കാൻ ശരീരത്തിന് പറ്റിയില്ല, അത്രേ ഉള്ളൂ. വേറെ അസുഖമൊന്നുമില്ലാന്ന് എനിക്കറിയാം. അതെ, ഒന്നുമില്ലെങ്കിലും പറമ്പിൽ ഇത്ര അധ്വാനിക്കുന്നതല്ലേ, ഞങ്ങളെക്കാട്ടിലും ആരോഗ്യം കാണും അച്ഛന്. അപ്പോ നാളെ വൈകിട്ട് നമ്മൾ വീടെത്തുമല്ലേ? അതെ മാഷേ. നാളെ ചെന്നാ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവണം. എനിക്ക് എല്ലാവരോടുമായി ചിലത് സംസാരിക്കാനുണ്ട്. വിക്രം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതെനിക്ക് നിങ്ങൾ എല്ലാവരോടുമായി പങ്കുവയ്ക്കണം. അതിന് നല്ലത് നമ്മുടെ വീട് തന്നെ. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതും എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണം. എന്നാ നിങ്ങൾ നേരം കളയാതെ പൊക്കോ. ഇവിടെ വരെ വന്നതല്ലേ, കാണാനുള്ളതൊക്കെ എല്ലാവരും കൂടി പോയി കണ്ടേക്കും. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. ഇവര് പോയിക്കോട്ടെ, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട കമല, ഇവിടെ സൗകര്യമൊന്നുമില്ല. നീ പോയി റെസ്റ്റ് ചെയ്യ്. ഞാൻ നാളെ അങ്ങ് വരില്ലേ? പിന്നെന്താ, ഞാൻ നിൽക്കാന്ന് പറഞ്ഞതാ അച്ഛാ. അമ്മ വെറുതെ വാശി പിടിക്കുന്നതാ. ആരെങ്കിലും ഒരാൾ പേരിന് മതി, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് വേണ്ട, വിനായക നിൽക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. ഒന്നുമില്ലടാ, നീ ചെന്ന് ഇവർക്കൊക്കെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്ക്. ഞാൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ആ സന്തോഷം ഇല്ലാതാവണ്ട. ചെല്ല്. ശരി മോളെ, ടാറ്റ. പോയിട്ട് വരാം മാഷേ. നിക്ക്, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നാളെ വീട്ടിൽ ചെന്നിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് വിക്രം അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതെന്താണെന്ന് വല്ല പിടിയുണ്ടോ? നന്ദിനി, അമ്മ നടന്നോ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോരാ. ശരി വിനായക, എന്താ പറഞ്ഞതെന്ന് പറഞ്ഞോ? ഇല്ല, പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം പറയാൻ ബാക്കി വെച്ചത് എപ്പ വേണമെങ്കിലും അവൻ പറയുമെന്ന് അല്ലെ? ആ വേദ വിക്രമിനെ കൊണ്ട് ശരിക്കും കളിപ്പിക്കുന്നതാ. അവള് പറഞ്ഞു കൊടുത്ത പോലെയായിരിക്കും അവൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്. നാളെ വൈകിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ ഇത് പറഞ്ഞു. നിങ്ങൾ നാറിപ്പോവും വിനയേട്ടാ, ഉറപ്പായും നാറും. ഞാനിപ്പോ എന്ത് വേണമെന്നാ? വിക്രമിന് വേദ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ ആയിക്കൂടെ? നീ കാര്യം പറ. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അച്ഛനോട് പറയണം. അത് പറയണം. കരഞ്ഞ് കാല് പിടിച്ചിട്ടായാലും അത് വീട്ടിൽ ആരും ഇനി അറിയില്ലെന്ന് നിങ്ങൾ അച്ഛന്റെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങണം. മാത്രമല്ല വേദയും വിക്രവും ഇനി ആരോടും ഇത് പറയില്ലെന്നും അച്ഛനെ കൊണ്ട് ഉറപ്പ് വാങ്ങിപ്പിക്കണം. അച്ഛനത് ചെയ്യൂ. നിങ്ങൾ അത് ചെയ്യിപ്പിക്കണം. അതിന് ഏതടവും പൈച്ചേക്കണം. ആറ്റുനോറ്റൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാണച്ച, അവന്റെ മുന്നില് എന്നെ കുറ്റവാളിയാക്കരുതെന്നൊക്കെ എന്നെ തട്ടി വിട്ടേക്കണം. കുഞ്ഞിക്കാല അതിന് നീ എനിക്കെങ്ങും ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അച്ഛന്റെ ഇമോഷനെ പിടിക്കാൻ അങ്ങനെ വേണമെങ്കിലും തട്ടിവിട്ടേക്ക്. എന്നിട്ട് എന്റെ മനുഷ്യ, 1-2 മാസം കൂടെ കഴിയുമ്പോ അതങ്ങ് പോയെന്ന് പറഞ്ഞ പോരെ? എന്റെ ഈശ്വര, നീ ഇത്രയും കടുത്ത രീതിയിലൊക്കെ ചിന്തിക്കുവോ നന്ദിനി? ഒരുമാതിരി വർത്താനം പറയരുതേ. സ്വന്തം അനിയനെ 6-7 കൊല്ലം ജയിലിൽ കിടത്തി ജീവിതം നശിപ്പിച്ചവനാ നിങ്ങൾ. ഇല്ലാത്ത കുഞ്ഞ് പോയി എന്ന് പറയുന്നത് അതിലും വലിയ കടുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഈ വിഷയം പുറത്തു വരാതെ ഒതുക്കാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ ആ വീട്ടിൽ കുറച്ചു കാലം കൂടെ സ്വസ്ഥമായിട്ട് കഴിയാം. അറിയാലോ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഇളയ മോനോട് അവർക്കൊരു പക്ഷാപാതം കൂടുതലാ. ഇനി ഇതും കൂടെ അറിഞ്ഞ ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സ്വന്തമായി വീട് വെച്ച് പോകാനായിട്ടില്ലല്ലോ നിങ്ങള്. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നോക്ക്. ചെല്ല് കേട്ടല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ വിളിക്കാം. നന്ദിനിയടുത്ത് വിനായകൻ ചേട്ടനോട് വലിയ ഉപദേശമായിരുന്നല്ലോ. ഉപദേശോ? എന്തുപദേശിക്കാൻ? അല്ല, പോരാ നേരത്ത് മാറ്റി നിർത്തി കുറെ പറയുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ വേദ എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? പോയി വിനയേട്ടനോട് എനിക്ക് ഒറ്റയ്ക്ക് 4 വാക്ക് സംസാരിക്കാൻ പറ്റാതെ ആവുമോ? നല്ല കാര്യേ. അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. എന്തുദ്ദേശിച്ചാലും അത് അത്ര നല്ല ചോദ്യമായിരുന്നില്ല. വിട്ടുകള നന്ദിനി, ഇതൊരു ചർച്ചയാക്കണ്ട. എല്ലാരും ഇറങ്ങിക്കോ. ഈശോട്ടാ 3 ഡബിൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രീചേച്ചിയും മോളും ഈശ്വരന് കിടന്നു, ഒന്നിൽ ഞാനും വേദം കിടന്നോളാം. വിക്രം അമ്മേ ഒരു റൂമില് അല്ലെ? എന്താ വിക്രം വേദ ഒരു മുറിയിൽ കിടന്നാ പറ്റില്ലേ? എനിക്ക് നിനക്കും കൂടി ഒരു മുറി മതി. അയ്യോ മേ, അതുകൊണ്ടല്ല, വിക്രം മലയ്ക്ക് പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. വിക്രത്തെ മാല ഇടിപ്പിക്കാമെങ്കിൽ വ്രതശുദ്ധിയോടെ 18-ാം പടി ചവിട്ടിക്കാനും എനിക്കറിയാം നന്ദിനിയടുത്ത്. എങ്കിലും മതി. അവര് ബാഗ് എടുക്കട്ടെ. ഒത്തില്ല. സാധനങ്ങൾ പെട്ടിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര വെയിറ്റ്. ഈശോട്ടൻ പുറത്തു പോകുന്നുണ്ടോ? മോളൊന്നുകൊണ്ട് എല്ലാവരും കാണിക്കും. അമ്മയും കൂടി വാമേ. ഞാനില്ല മക്കളെ, നിങ്ങൾ പോയിട്ടോ. അതെ, നിങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് വാ. ഞാനും അമ്മ ഇവിടെ ഇരുന്നോളാം. ഈ റൂം അമ്മയും നന്ദിനിയടുത്തും കൂടെ എടുത്തോ. ആ റൂം ഈശോട്ടൻ എടുത്തോ. 203. നന്ദിനിയടുത്തെ വിനായകൻ ചേട്ടൻ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കണ്ടു. എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ,
അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഇന്നെന്താ പരിപാടി? വെറുതെ റൂമിലിരിക്കുകയാണോ? എന്താ വേണ്ടേ? നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇവിടെ വരെ വന്നതല്ലേ. പോവാം. എന്തായാലും വിശ്വേട്ടനും ശ്രീചേട്ടത്തെയും അപ്പുമോളെയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. അവര് ഫാമിലിയായിട്ട് ഒന്നിച്ച് പൊയ്ക്കോട്ടെ. നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് പോയി വരാം. വൈകുന്നേരം അമ്പലത്തിന്റെ പരിസരവും മറ്റും നല്ല ഭംഗിയായിരിക്കും. അതാ. പോവാം. അച്ഛന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല എന്നത് തന്നെ വലിയ കാര്യം അല്ലേ വേദ? ഞാനും ആദ്യം വല്ലാതെ പേടിച്ചു. അച്ഛൻ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി. എത്രയോ വർഷത്തെ മഞ്ഞല്ലേ ഉരുകിപ്പോയത്. സത്യം അറിയാതെ ഇത്രയും കാലം വിക്രത്തോട് പെരുമാറിയതോർത്ത അച്ഛൻ ശയന പ്രദക്ഷിണം ചെയ്തത്. ഒരു തരത്തിൽ വിക്രത്തിൽ നിന്നും ഒരുപാട് അകന്നു മാറി നടന്നതിന് ദൈവത്തോട് മാപ്പ് പറയുകയായിരുന്നു അച്ഛൻ. ഒരു കാലത്തും അച്ഛൻ എന്നോട് സ്നേഹത്തിൽ പെരുമാറുമെന്നോ ഇങ്ങനെ സംസാരിക്കുമെന്നോ ഞാൻ വിചാരിച്ചതല്ല വേദ. അച്ഛൻ്റെത് ഒരിക്കലും തിരുത്തപ്പെടാത്ത ജീവിതമായി ഇതങ്ങ് അവസാനം വരെ പോകുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതിനെന്തായാലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. പലപ്പോഴായി പലതവണ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു. ഇനി അഥവാ നിങ്ങളും അച്ഛനും തമ്മിൽ ഇന്നുണ്ടായ പോലെ സംസാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സംസാരിപ്പിക്കുമായിരുന്നു. സത്യം മറ്റൊന്നായിരിക്കെ വിക്രം എന്തിനാ ജീവിതം മുഴുവൻ ഇത് അനുഭവിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും പരസ്യമായി അംഗീകരിച്ചിട്ടില്ല, സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല, ഭാര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പിന്നെന്തിനാ നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളും ഞാനും ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കുമായിരുന്നില്ല. ശരിയല്ലേ? എന്റെ വായടപ്പിക്കാനുള്ള ഈ നാവില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പണ്ടേ നമ്മുടെ ബന്ധം അവസാനിച്ചേനെ. ആ, അങ്ങനെങ്കിലും ബന്ധമുണ്ടെന്ന് സമ്മതിച്ചല്ലോ. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഇരിപ്പുവശം ശരിയാവണമെങ്കിൽ നിങ്ങൾ ഇനി ഒരുപാട് മാറാനുണ്ട്. മാറിക്കോളും. എത്രത്തോളമൊക്കെ ആയില്ലേ? വിക്രത്തിന് ആശുപത്രിയിൽ പോകേണ്ടതല്ലേ? നമുക്ക് പോയാലോ? ഇന്ന് വിനായകൻ ചേട്ടൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയൂ. ആരാണെന്ന് എനിക്ക് പകരം അച്ഛനോട് അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യമല്ല. അല്ലാതെ തന്നെ അച്ഛന് മനസ്സിലായി കാണും. സുധാകര മാഷേ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല. വിനായകൻ ചേട്ടൻ അത് സമ്മതിക്കുമെന്നുള്ളത് അതിനെക്കുറിച്ച് വിക്രം ആലോചിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. അത് മതി. വാ, ഇനി കഞ്ഞിയായി ചെല്ലാൻ വൈകണ്ട. വരൂ. കഞ്ഞിയല്ലേ നിങ്ങൾ? ഞാൻ കൊടുത്തോളാം. എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നതല്ലേ, അച്ഛനൊന്ന് കണ്ടിട്ട് പോ. ഉറങ്ങുവാടാ. ഇപ്പൊ വിളിക്കാൻ നിൽക്കണ്ട. കുറച്ച് കഴിഞ്ഞ് ഉണരുമ്പോ ഞാൻ തന്നെ കൊടുത്തോളാം. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. ആ, അച്ഛൻ ഉണർന്നോ? അതിന് ഞാൻ ഉറങ്ങായിരുന്നില്ലല്ലോ. അല്ല, കണ്ണടച്ച് കിടക്കുന്നുണ്ടപ്പോ ഞാൻ കരുതി ഉറങ്ങിയായിരിക്കുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത്? ഇത്രയും വർഷക്കാലത്തെ എന്റെ ജീവിതം എല്ലാവരും കൂടി വിക്രത്തെ കുറിച്ച് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ട്. അത് തന്നെ ഞാനും വിശ്വസിച്ചു. ഒരു കാലത്തും അവനത് തിരുത്താൻ നിന്നില്ല. തിരുത്താൻ വേണ്ടി അവൻ ഏറ്റെടുത്ത കുറ്റം സത്യത്തിൽ അവൻ തന്നെയാണോ ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചതുമില്ല. അത് ആദ്യം ചോദിച്ചത് വേറെ. വിക്രം തെറ്റ് ചെയ്തിരിക്കില്ല എന്നുള്ളത് അവളുടെ ഉറപ്പായിരുന്നു. അവന്റെ അച്ഛനായിട്ട് പോലും അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ടായില്ല. ഇന്ന് അമ്പലത്തിൽ വെച്ച് അവനോട് ചോദിക്കാൻ തോന്നിയത് എന്തുകൊണ്ട് മുമ്പ് ചോദിക്കാൻ തോന്നിയില്ല? അങ്ങനെ നോക്കുമ്പോ ഞാനല്ലേ അവനേക്കാൾ വലിയ തെറ്റുകാരൻ. അച്ഛൻ ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞത്? അല്ല, അവനല്ല അത് ചെയ്തതെന്ന് അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുകയായിരുന്നു എന്നറിയാന്. അവൻ ചെയ്തില്ല എന്ന് മാത്രമല്ല വിനായക, അവൻ പറഞ്ഞത് ആരാണത് ചെയ്തതെന്ന് അവനോട് ചോദിക്കരുത്, അവനത് പറയില്ല എന്ന് കൂടിയാ. പക്ഷെ അതുകൊണ്ട് എനിക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ലല്ലോ. അന്നത്തെ ദിവസം പുറത്തുനിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. കോളേജിൽ ഒരാളും അങ്ങനെ ഒരു പാക്കറ്റ് എന്റെ ബാഗിൽ വയ്ക്കില്ല. ഇത്രയും കാലം അത് വിക്രമാണെന്ന് കരുതി ഞാൻ ജീവിച്ചു. അവനത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അത് ആരാണെന്നേ എനിക്കിനി അറിയണ്ടു. പുറത്തുനിന്ന് ആരും വരാത്ത സ്ഥിതിക്ക് വീട്ടിലുള്ള ആള് തന്നെയാ. അത് നീയല്ല എന്ന് എന്നോട് സത്യം ചെയ്ത് പറയാൻ നിനക്ക് ഇപ്പോഴും അവസരമുണ്ട്. പക്ഷേ നിനക്കങ്ങനെ പറയാൻ പറ്റുമോ വിനായക? എന്നാ അച്ഛനെ കാണാനില്ല. ചായയും വാങ്ങി വിനയുടെ റൂമിൽ ചെന്നപ്പം അച്ഛൻ അവിടെ ഇല്ലെന്ന്. ഫോണും എടുത്തിട്ടില്ല. ആളവിടെ എവിടെ കാണാനും ഇല്ല. ഈ വിക്രമായിട്ട് അച്ഛനൊരു പിണക്കം ഉണ്ടായിരുന്നു. അത് മാറിയത് ശരിക്കും ഇന്നലെയാ. പിണക്കം സണ്ണി ഇരുന്നതാ. അച്ഛനും മോനും തമ്മിൽ ബോൺ ചെറിയല്ലേ വിസാരിக்க വേണം.